മാരീഡ് കപ്പിൾസ്, എസ്പെഷ്യലി ഈ ലവ് മാരേജ് ആയിട്ടുള്ള കപ്പിൾസിലൊക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പരാതിയാണ്, പ്രണയമൊക്കെ അവസാനിച്ചു, പഴയ പോലെ സ്നേഹിക്കാനൊന്നും പറ്റുന്നില്ല, പണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റോ ആ ഒരു സന്തോഷമൊന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇത് ചില കപ്പിൾസിന് മാത്രമുള്ളതാണോ, അതല്ലെങ്കിൽ ചില പാർട്ട്ണറുടെ മാത്രം കംപ്ലൈൻ്റ് ആണോ? നോ, ഇറ്റ്സ് വെരി നോർമൽ ആൻഡ് സൈക്കോളജി കോൾഡ് ഇറ്റ് ആസ് ഹെഡോണിക് അഡാപ്റ്റേഷൻ. ഏത് സന്തോഷമാണെങ്കിലും എത്ര എക്സൈറ്റ്മെൻറ്റുള്ള കാര്യമാണെങ്കിലും അത് എല്ലാ കാലത്തും നമുക്ക് ഒരുപോലെ ഫീൽ ചെയ്യില്ല. കാലം കഴിയും തോറും ആ എക്സൈറ്റ്മെൻറ്റും ആ സന്തോഷമൊക്കെ കുറഞ്ഞ് ഭയങ്കര നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നമ്മൾ ആഗ്രഹിച്ചൊരു കാറ് വാങ്ങിക്കുമ്പോഴാണെങ്കിലും ഒരു ജോലി കിട്ടുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാലം സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കാൻ അത്രയും ആഗ്രഹിച്ച് ഇപ്പോൾ എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓവർകം ചെയ്ത് ഒരുമിച്ച് ജീവിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു ചേഞ്ച് നോട്ടീസ് ചെയ്യുക. എക്സൈറ്റ്മെൻറ്റോ ആ ഒരു സ്നേഹമോ ഒന്നും പഴയ പോലെ ഫീൽ ചെയ്യാത്തത്. അപ്പോൾ ഈ പ്രണയം കംപ്ലീറ്റ് അവസാനിച്ച് നമുക്ക് തോന്നും. ആൻഡ് ഈ ഒരു മടുപ്പ് ഡിവോഴ്സ് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരെ നമ്മളെ എത്തിക്കും. എങ്ങനെ നമ്മളിതിനെ ഓവർകം ചെയ്യുക? എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ പാർട്ട്ണർ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തെ പോലും അപ്രീഷിയേറ്റ് ചെയ്യുക. അതിപ്പോൾ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിത്തരുമ്പോഴാണെങ്കിലും ഒക്കെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പിൽ തിരികെ കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്നും ഒരേപോലെയുള്ള ഒരേ കാര്യങ്ങൾ ചെയ്തുള്ള ലൈഫാണ് രണ്ടുപേർക്കും ബോറടിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. പുതിയ സ്ഥലങ്ങളിൽ ഒരുമിച്ച് യാത്ര ചെയ്യുക, അതുപോലെ തന്നെ പുതിയ ഹോബീസ് കണ്ടുപിടിച്ച് രണ്ടുപേരും എൻഗേജ്ഡ് ആവുക, ഇതൊക്കെ ഈ ബോറിംഗ് ഇല്ലാതാക്കും. പ്രണയം എപ്പോഴും പോസിബിളാണ്.